നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹരിയാന തെരഞ്ഞെടുപ്പ് തീയതി മാറ്റി ഒക്ടോബർ 5-ന്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയിൽ മാറ്റം. നേരത്തെ ഒക്ടോബർ 1-നായിരുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരുന്നത്. നിലവിൽ ഇത് ഒക്ടോബർ 5-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ 8-നായിരിക്കും പ്രഖ്യാപിക്കുക. നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ 4-ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് തീയതി മാറിയതോടെയാണ് മാറ്റം വന്നത്. ഒക്ടോബർ 5-ന് ഒറ്റഘട്ടമായാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. കനവ് ബേബി എന്ന KJ ബേബി അന്തരിച്ചു. കനവെന്ന പേരിൽ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന വ്യത്യസ്തമായ സ്ഥാപനം തുടങ്ങിയത് ബേബിയാണ്. വയനാട് നടവയൽ ചീങ്ങോട്ടെ വീട്ടിനോട് ചേർന്നുള്ള കളരിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ് KJ ബേബി. പിന്നോക്ക വിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്കായി പോരാടിയിരുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നാടുഗതിക എന്ന അദ്ദേഹത്തിന്റെ നാടകം പ്രശസ്തമാണ്. മാവേലിമന്റം എന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. മാലിന്യ ടാങ്കിന് മുകളിൽ കയറിയ പശു മൂടി തകർന്ന് അകത്തേക്ക്. ഒടുവിൽ അഗ്നിശമന സേനയെത്തി. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യ ടാങ്കിൽ വീണ പശുവിനെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. ഹരിപ്പാട് മറുതാമുക്കിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. പുല്ല് തിന്നാനായി പറമ്പിൽ കെട്ടിയിരുന്ന പശു വർഷങ്ങൾ പഴക്കമുള്ള മാലിന്യ ടാങ്കിന് മുകളിലേക്ക് കയറിയതോടെ ടാങ്കിന്റെ മേൽമൂടി തകർന്ന് അകത്തേക്ക് വീഴുകയായിരുന്നു. ഈ സമയം റോഡിലൂടെ പോയ യാത്രക്കാരാണ് പശു മാലിന്യ ടാങ്കിൽ വീണത് ശ്രദ്ധിച്ചത്. തുടർന്ന് പശുവിന്റെ ഉടമസ്ഥനെ വിവരമറിയിച്ചു. ഉടമസ്ഥൻ ഹരിപ്പാട് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ പശുവിനെ രക്ഷപ്പെടുത്തി. കളീക്കൽ തെക്കതിൽ രാമചന്ദ്രൻ പിള്ളയുടെ പശുവാണ് അപകടത്തിൽപ്പെട്ടത്. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോടും കാറ്റിനോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 1 കോടി രൂപ ടൂറിസം വകുപ്പ് നൽകും. മന്ത്രി മുഹമ്മദ് റിയാസ്. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ടൂറിസം വകുപ്പ് 1 കോടി രൂപ നൽകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വള്ളംകളിയില്ലെന്ന പ്രചാരണം സ്വന്തം കണ്ണു കുത്തിപ്പൊട്ടിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ മന്ത്രി വള്ളംകളിക്കായി 1 കോടി രൂപ നൽകുന്നതായി മുൻകൂട്ടി അറിയിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ടൂറിസം മേഖലയ്ക്ക് നെഹ്റു ട്രോഫി വള്ളംകളി പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അത് സംഘടിപ്പിക്കേണ്ടത് ടൂറിസം വകുപ്പല്ല. അത് തെറ്റായ പ്രചാരണമാണ്. വള്ളംകളി നടക്കണമെന്നാണ് ടൂറിസം വകുപ്പിന്റെ ആഗ്രഹം. അത് നടക്കാൻ മുൻപന്തിയിൽ ടൂറിസം വകുപ്പ് ഉണ്ടാകും. എങ്ങനെയെങ്കിലും നടത്താൻ ശ്രമിക്കും. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റും നെഹ്റു ട്രോഫിയും രണ്ടാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് മലബാർ മേഖലയാകെ പങ്കെടുക്കുന്ന ഫെസ്റ്റാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൽ പ്രാദേശികവാദമില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു.